തീർച്ചയായിട്ടും നമ്മളെ ദാരിദ്ര്യ വിമോചനത്തിനുള്ളത് ഒരു പുഷ്പാഞ്ജലിയും കൂടിയാണത്. സകലതര ദുരിതങ്ങളും നമുക്ക് അകന്നു പോകും, നമ്മളെ ദാരിദ്ര്യം പോകും, നമ്മൾ സമ്പന്നരാകും. പിന്നെ അപ്പൊ നമ്മളെ മനസമാധാനം എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ എല്ലാവരും ഈ പുഷ്പാഞ്ജലി ചെയ്യണം. പിന്നീട് ഇതുവരെ ഞാൻ ആ തിരുമേനിയെ കണ്ടിട്ടില്ല. ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ നാടോ വീടോ ഫോൺ നമ്പറോ പോലും ചോദിച്ചതുമില്ല. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാനൊരു 5-6 വർഷം മുന്നേ ഒരു മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ മോന് വേണ്ടിയിട്ട് തന്നെയാണ്. അവന് വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖങ്ങളും, വീട്ടിൽ ആകെ മൊത്തം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു ശിവക്ഷേത്രത്തിൽ പോയതാണ്. അപ്പൊ ശിവക്ഷേത്രത്തില് നമ്മള് നേരത്തെ പോകണം. അതിരാവിലെ അവിടെ എത്തി. ഞാൻ ഫസ്റ്റ് ബസ്സിന് പോയിട്ട് അതിരാവിലെ അവിടെ എത്തി. നമ്മൾ ആ ഹോമൊക്കെ ചീട്ടാക്കി. അപ്പൊ നമ്മൾ ആ മുകണ്ടത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറെ ഭക്തജനങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉള്ളിൽ പൂജയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കൈകൂപ്പി നാമം ചൊല്ലി അങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ നാമൊക്കെ ചൊല്ലിയിരുന്നു. നാമങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കണം പ്രസാദമൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ പ്രസാദം കിട്ടാൻ വേണ്ടി മാറി നിൽക്കുമ്പോൾ ഒരു വയസ്സായ ഒരു തിരുമേനിയാണ്. പൂണോലൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല വലിയ ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇത്തിരി പ്രായമായ ഒരാൾ, ഒരു വടി കുത്തിയിട്ടാണ് അദ്ദേഹം ആദ്യം ഇങ്ങനെ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ബഹുമാന സൂചകം അദ്ദേഹത്തിനോടൊന്ന് ചിരിച്ചതാണ്. അപ്പൊ അദ്ദേഹം മോളെ എവിടുന്നാ ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്, ഫസ്റ്റ് ബസ്സിന് വന്നതാണ്. അപ്പൊ അദ്ദേഹം ഒരു വയസ്സായ ആളല്ലേ, അപ്പൊ അദ്ദേഹം അവിടെ മാറിയിരുന്നു. നമുക്ക് പ്രസാദത്തിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, സങ്കടം, എൻ്റെ കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ഇല്ലാത്തതാണ് എനിക്ക്, അപ്പൊ അച്ഛനെ പോലെ എനിക്ക് തോന്നിച്ചത്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, മോളെ ഈ അമ്പലത്തിലെ വില്വപത്ര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട്, മോൾ അത് 3 ദിവസം ഒരുപോലെ വന്നിട്ട് ചെയ്യൂ. അപ്പൊ ആ അമ്പലത്തിൽ അത് ചീട്ടാക്കണ അമ്പലമാണ്. എല്ലാ അമ്പലത്തിലും ശിവന്റെ അമ്പലങ്ങളിൽ ചെയ്യണ പൂജയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ മോളെ ഏത് ദരിദ്രനെയും സമ്പന്നതയിൽ എത്തിക്കണ ഒരു പുഷ്പാഞ്ജലിയാണ്, മോൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ നമുക്ക് മഹാമൃത്യുഞ്ജയ ഹോമം ഒരു ദിവസമേ ഉള്ളൂ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അങ്ങനെ പോരുകയാണ് ഇനി. അപ്പൊ അതൊരു വെള്ളിയാഴ്ച ദിവസം ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പുഷ്പാഞ്ജലി മോളെ ശനി ഞായർ തിങ്കൾ, അപ്പൊ നാളെ തന്നെ വന്ന് ചെയ്യണം എന്നില്ല, നാളെ വരികയാണ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണെങ്കിൽ മോളക്ക് ഈ 3 ദിവസത്തേക്കുള്ളത് ഇവിടെ ചീട്ടാക്കി പോവാം. എന്നിട്ട് മോൾക്ക് വരാൻ പറ്റിച്ച മോള് വാ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലുള്ളവരെ പറഞ്ഞയച്ചിട്ട് നമ്മൾ ആ വഴിപാട് കഴിപ്പിക്കുക. അപ്പോൾ അത്രയും നല്ലതാണ് അതും വില്വപത്ര പുഷ്പാഞ്ജലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂവളത്തിന്റെ ഇതുകൊണ്ടുള്ള ഒരു സംഭവമാണെന്നാണ് തിരുമേനി എനിക്ക് പറഞ്ഞു തന്നത്. അത്രയൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പോവാറായി. അദ്ദേഹം അതിനും പുഷ്പാഞ്ജലിയും അതിനൊന്നും നിന്നതല്ല. അദ്ദേഹം 4 പേര് നടന്ന് തൊഴുത് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല കേട്ടോ, എവിടുന്ന തിരുമേനിന്ന് ചോദിക്കായിരുന്നു, വീട് എവിടെയും ചോദിക്കായിരുന്നു. അപ്പൊ എന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ, അന്ന് ഫോൺ നമ്പറൊക്കെ ഉള്ള കാലം, ഫോൺ നമ്പർ പോലും ചോദിച്ചില്ല കേട്ടോ. പിന്നെ അന്ന് കണ്ടതാ. പിന്നെ ഞാൻ ആ തിരുമേനിയെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ആ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നത്തെ മാസം ഞാൻ അന്ന് ഷീട്ടാക്കി പോന്നു. ഞാൻ 3 ദിവസത്തേക്കുള്ള പുഷ്പാഞ്ജലിക്കുള്ളത് ഞാൻ ഷീട്ടാക്കി പോന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ രാവിലെ നേരത്തെ പോയിട്ടാണ് ചീട്ടാക്കണ വെച്ചാലും അമ്പലത്തിൽ കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ അന്ന് കുറെ ദൂരെ നിന്ന് വേണ്ടേ നമ്മൾ അവിടെ എത്തിപ്പെടാൻ. അപ്പൊ നമുക്ക് തലേ ദിവസം വിളിച്ചു പറയാനുള്ള അതൊന്നും ഞാനും ചെയ്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ തിരുമേനി പറഞ്ഞു, വന്നോളൂ ശനിയാഴ്ച രാവിലെ, ഇതൊക്കെ രാവിലെ നേരം ചെയ്യണ വഴിപാടുകളാണ്, ശനിയാഴ്ച രാവിലെയും വരണം, ഞായറാഴ്ച രാവിലെയും വരണം, തിങ്കളാഴ്ച രാവിലെയും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതനുസരിച്ചിട്ട് ശനിയാഴ്ച രാവിലെ പോയി. അപ്പൊ അദ്ദേഹം അപ്പൊ തിരുമേനി അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ അമ്പലത്തിലെ തിരുമേനി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കുട്ടി വരുമ്പോ കുറച്ച് പുഷ്പം കൊണ്ട് വരണം കേട്ടോ, പിന്നെ അതുപോലെ ഒരു നാളികേരം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഞാൻ ചെയ്യണ്ടേ ചോദിച്ചു. അപ്പൊ ഒന്നും വേണ്ട, ഗണപതിക്ക് നാളികേരം ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കണം, അത് അങ്ങനെയാണ്, അതിനാണ് നാളികേരം കൊണ്ടുവരുന്നത്. അപ്പൊ പൂക്കളോ ചോദിച്ചു ഞാൻ. അപ്പൊ അത് അവിടെ നന്ദിദേവൻ ഉള്ള അമ്പലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാല കെട്ടി ചേർത്താൻ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം പൂക്കളെ, അത് എല്ലാ പൂക്കളും കൊണ്ടുവരാം, അതിനൊന്നും കുഴപ്പമില്ല, വീട്ടിലുള്ള പൂക്കളൊക്കെ ഒത്തിരി ആയിട്ട് വന്നോളൂ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി. അങ്ങനെ അമ്പലത്തിലെ വഴിപാടൊക്കെ കഴിച്ചു, പുഷ്പാഞ്ജലിയുടെ പ്രസാദമൊക്കെ തന്നു. അപ്പൊ അന്ന് പാലുകൊണ്ടാണ്, ക്ഷീരധാരയാണ് ശിവന് നടത്തുന്നത് ആദ്യത്തെ ദിവസം. അപ്പൊ അന്നത്തെ ദിവസം അങ്ങനെ ക്ഷീരം എനിക്ക് ഇങ്ങനെ പ്രസാദമൊക്കെ ആയിട്ട് തന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി. അന്ന് നമുക്ക് ഇളനീർ കൊണ്ടാണ് ധാര. അന്നും ഈ പുഷ്പാഞ്ജലിയുടെ പേരൊക്കെ ഇത് തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നാളികേരോ പുഷ്പം ഒന്നും കൊണ്ടുവേണ്ട, ഒരു പ്രാവശ്യം നമ്മൾ അതൊക്കെ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ 3ാമത്തെ ദിവസം തിങ്കളാഴ്ച പോയി. ഏതായാലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവല്ലേ, ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ വിശ്വസിച്ച് അവിടെ പോകേണ്ട വിചാരിച്ച് ഞാൻ 3ാമത്തെ ദിവസം പോയി. അന്ന് വെള്ളം കൊണ്ടാണ് ധാര. 2ാമത്തെ ദിവസം
ഇളനീരാണ് അദ്ദേഹം എനിക്ക് ഇങ്ങനെ തന്നത്. അപ്പോൾ ശിവന് ധാര നടത്തി രണ്ടാമത്തെ ദിവസം ഇളനീരാണ്. അപ്പോഴും ഈ പുഷ്പാഞ്ജലിയുടെ പേരൊന്നും മാറുന്നില്ല, വില്വപത്ര പുഷ്പാഞ്ജലി എന്ന് തന്നെ. മൂന്നാമത്തെ ദിവസം നമുക്ക് ജലധാരയാണ് ശിവന്. അപ്പോഴും ഈ പുഷ്പാഞ്ജലി അത് തന്നെ ജലധാരയും ചെയ്തിട്ട് ജലം നമുക്ക് ഇങ്ങനെ തരും പ്രസാദമായിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് 3 ദിവസം ഒരേപോലെ ഒറ്റ തവണയെ വേണ്ടു കേട്ടോ. നമ്മളെ ജീവിതം തന്നെ മാറി മറിയും. അപ്പോൾ നിങ്ങള് എല്ലാ അമ്പലത്തിലും നമ്മളെ നന്ദി ഭഗവാൻ ഇരിക്കുന്ന ഇല്ല അല്ലെ, എല്ലായിടത്തും ഒന്നും കാണാല്ലേ. അപ്പൊ നന്ദി ഭഗവാൻ ഉള്ള അമ്പലത്തിൽ നിങ്ങൾ പൂവും കൊണ്ട് പോകണം. പിന്നെ വിഘ്നേശ്വരൻ എല്ലായിടത്തും ഉണ്ടാവും, ശിവഭഗവാൻ ഉള്ളിടത്തൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം വിഘ്നേശ്വരന് പോയിട്ട് നാളികേര കുടച്ച് ഈ പുഷ്പാഞ്ജലി നമ്മൾ 3 ദിവസം ഒരുപോലെ കഴിപ്പിക്കുക. നമ്മൾ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഭഗവാൻ നമുക്ക് തീർത്തു തരും. അപ്പോൾ ഈ ചില അമ്പലങ്ങളിൽ നമ്മൾ തിരുമേനിയോട് സംസാരിക്കണം. നമ്മൾ ചെന്നതും പുഷ്പാഞ്ജലി ഇങ്ങനത്തെ വില്വപത്ര പുഷ്പാഞ്ജലി എനിക്കും ചീട്ടാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിലും ഉണ്ടായിക്കൊള്ളണം എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ പോയി ആ അമ്പലത്തിലുണ്ട്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് ഒറ്റ തവണയെ വേണ്ടു ഇത് കഴിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നമ്മൾ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കും ഭഗവാൻ നമ്മളെ. ആ കാര്യം ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ശിവഭഗവാൻ നമ്മൾ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ നമുക്ക് അറിഞ്ഞു വരം തരുന്ന ഭഗവാനാണ് നമ്മളെ ശിവഭഗവാൻ. അറിയാലോ, നമ്മളെ ദക്ഷിണാമൂർത്തി. അപ്പോൾ എല്ലാവരും വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ വഴിപാട് ഒറ്റ തവണയല്ലേ വേണ്ടു, പിന്നീടൊന്നും കഴിക്കാൻ പറയുന്നില്ല. നമ്മൾ ആകെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇത് കഴിക്കണ്ടു. മാസം പോയി കഴിക്കണ്ട, ഒന്നും വേണ്ട. പക്ഷെ കഴിക്കുമ്പോൾ നമ്മൾ ശനി ഞായർ തിങ്കൾ അങ്ങനെ 3 ദിവസങ്ങളിലാണ് അവിടെ പുഷ്പാഞ്ജലി നടക്കണുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളിലേക്ക് അടുത്തുള്ള ശിവക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ചെന്ന് തിരുമാനോടൊന്ന് സംസാരിച്ച് നോക്കൂ. അപ്പൊ അങ്ങനത്തെ പുഷ്പാഞ്ജലി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ദാരിദ്ര്യ വിമോചനത്തിനുള്ളത് പുഷ്പാഞ്ജലിയും കൂടിയാണത്. സകലതര ദുരിതങ്ങളും നമുക്ക് അകന്നു പോകും, നമ്മളെ ദാരിദ്ര്യം പോകും, നമ്മൾ സമ്പന്നരാകും. പിന്നെ അപ്പൊ നമ്മളെ മനസമാധാനം എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ എല്ലാവരും ഈ പുഷ്പാഞ്ജലി ചെയ്യണം. നമ്മൾ ഈ അമ്പലത്തിൽ ഈ വഴിപാട് കഴിക്കണ ഈ ദിവസങ്ങളുണ്ടല്ലോ, ഈ 3 ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ കുളിച്ച് നല്ല വൃത്തിയുള്ള വേഷം, തിരുമ്പി ഉണങ്ങിയ നല്ല വൃത്തിയുള്ള വേഷം ധരിച്ചിട്ട് നമ്മൾ വീട്ടില് 2 നേരവും നന്നായി പ്രാർത്ഥിച്ച് വിളക്ക് വെക്കണം. കരിന്തിരി കത്തരുത്. അതുപോലെ നമ്മളെ വീട്ടിലൊരു വിളക്ക് തെളിയിക്കാതിരിക്കുകയും ചെയ്യരുത്. നമ്മൾ അമ്പലത്തിലേക്ക് രാവിലെ പോകുമ്പോൾ നമ്മൾ വിളക്ക് വെച്ചിട്ട് പോവുക തന്നെ. വൈകുന്നേരം നമ്മൾ മറക്കാതെ വിളക്ക് വെക്കണ വേണം. ആ 3 ദിവസങ്ങൾ നമ്മൾ മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ ഒരുപാട് ഭക്തിയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മളെ വീട് നല്ല വൃത്തിയിലിരിക്കണം. കാരണം നല്ല വൃത്തിയിൽ നമ്മൾ നല്ല ചാണകമൊക്കെ അടിച്ച് തളിച്ച് ചാണകമൊക്കെ തളിച്ച് അല്ലെങ്കിൽ അവിടെയൊക്കെ ഉപ്പോ മഞ്ഞൾപ്പൊടി വെള്ളം എന്തെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ വെച്ച് ഭഗവാനോട് നന്നായി മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഏത് ദരിദ്രനെയും കോടീശ്വരനാക്കിയിട്ടുള്ളതാണിത്. ഒരുപാട് അനുഭവം തന്നെ തിരുമേനി എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഉള്ളൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുമേനിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ആ ഒരു പുഷ്പാഞ്ജലി കഴിച്ചതിന് ശേഷം. അപ്പൊ എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് പറയുകയാണ്, എല്ലാവരും ഇത് ഒറ്റ തവണയെ ചെയ്യണ്ടു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രകാരത്തിൽ തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് വീട്ടിൽ രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ശേഷം നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി ഈ വഴിപാട് കഴിച്ചു പോരൂ. ഏത് ദരിദ്രനും പിന്നെ കോടീശ്വരനായിട്ട് തന്നെ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും എത്തും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.